എന്താണ് ലിവിങ് ടുഗദർ? അതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? രണ്ട് വ്യക്തികൾ വിവാഹം കഴിക്കാതെ തന്നെ അവരുടെ ലൈഫും ലിവിങ് സ്പേസും ഷെയർ ചെയ്യുന്നതിനെയാണ് ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും ഒരു പുരുഷനും അവരുടെ പരസ്പര സമ്മതത്തോടു കൂടി ഒരുമിച്ച് താമസിച്ചാൽ അതൊരു കുറ്റകൃത്യമായി കണക്കാക്കാൻ സാധിക്കില്ലെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ താമസിക്കുന്നതിനെതിരായിട്ട് യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിക്കാൻ കഴിയുന്നതല്ല. ഇത്തരത്തിലുള്ള ലിവിംഗ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവർക്കെതിരെ എന്തെങ്കിലും ഭീഷണികൾ ആരെങ്കിലും ഉയർത്തിയാൽ അവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാവുന്നതുമാണ്. ലിവിംഗ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതിന് സ്ത്രീക്കും പുരുഷനും 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ സ്വമനസാലെ മാത്രമേ ഇവരൊക്കെ ഇത്തരം റിലേഷൻഷിപ്പുകളിൽ ഏർപ്പെടാൻ പാടുള്ളൂ. അതായത് മറ്റൊരാളുടെ പ്രേരണ കൊണ്ടാകരുത് റിലേഷൻഷിപ്പിൽ ഏർപ്പെടേണ്ടത്. ഗേ, ലെസ്ബിയൻ കപ്പിൾസ് തുടങ്ങിയവർക്കും ലിവിംഗ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടാവുന്നതാണ്. നിയമപരമായി വിവാഹം കഴിച്ചവർക്ക് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കേണ്ടതാണ്. എന്നാൽ ലിവിംഗ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവർക്ക് മോചനത്തിന് വേണ്ടിയും പിരിയുന്നതിന് വേണ്ടിയും കോടതിയെ സമീപിക്കേണ്ട ആവശ്യമില്ല. രജിസ്ട്രേഷനും മറ്റുമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകമായ രേഖകളൊന്നും കയ്യിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. വിവാഹ ബന്ധത്തിൽ ഉണ്ടാവുന്ന കുട്ടികൾക്കുള്ള എല്ലാ പരിരക്ഷകളും ലിവിംഗ് ടുഗദർ ബന്ധത്തിലുള്ള കുട്ടികൾക്കും ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലുള്ള സ്ത്രീക്ക്, യുവതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പീഡനം അനുഭവിച്ചാൽ അതെല്ലാം ഗാർഹിക പീഡന കുറ്റത്തിൽ വരുന്നതുമാണ്. പലപ്പോഴും ലിവിംഗ് റിലേഷൻഷിപ്പിന് കുടുംബത്തിന്റെയോ സമൂഹത്തിന്റെയോ പിന്തുണ ലഭിക്കാറില്ല. എന്നാൽ ഈ ബന്ധത്തിന് നിയമം എല്ലാവിധ പിന്തുണയും പരിരക്ഷയും നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുപോലുള്ള ലീഗൽ അവയർനെസ്സിനും അപ്ഡേറ്റ്സിനും പോയിന്റ്സിനും വേണ്ടി ലോ പോയിന്റ് ഫോളോ ചെയ്യുക.